വെൽക്കം ടു ഡിജൈൻസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല ഗ്രാൻഡ് ഐറ്റം ആട്ടോ. എല്ലാം ബ്ലാക്ക് ബേസ്ഡാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോട്ടൺ, ഈ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടനെ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത്. കാണുമ്പോൾ നമുക്ക് കോട്ടൺ ഫീൽ അല്ല, പക്ഷേ ഭയങ്കര ഗ്രാൻഡ് ഫീലുമാണ്. കോട്ടൺ പോലെ തന്നെ നമുക്ക് ആ ഒരു ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത്. അത് സെൽഫ് ഡിസൈനും ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്യോർ ഹാൻഡ്ലൂമിലൊക്കെ വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട്. യോക്കിൽ നല്ല തിക്കായിട്ടുള്ള ത്രെഡ് വർക്കാണ് പോയേക്കുന്നത്. ദുപ്പട്ട വരുന്നത് നല്ല ലെങ്തി ആയിട്ട് ഫുൾ ബ്രഷ് പെയിൻറ്റ്. ഇത് കൂടിയ ഡിസൈനാണ് കേട്ടോ. അതിൽ ചെറിയതായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ നമുക്ക് ആ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീൽ ചെയ്യാം. നമ്മൾ നോർമൽ ടൈപ്പ് അല്ല, അതിലും റേറ്റ് കൂടിയ രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം കോട്ടൺ മെറ്റീരിയൽ, ബ്ലൂ ഷെയ്ഡ്, നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് ബ്ലാക്കിൽ തന്നെ നല്ല ഷെയ്ഡ്സ് എല്ലാം കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കളർ വരുന്നത് ബ്ലൂ കോമ്പിനേഷൻ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ്. ബാക്കി മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ലേ സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ടാവുകൊണ്ട് പ്ലെയിൻ ആയിട്ട് കണക്ക് കൂട്ടരുത്. ഇത് കാണാൻ അല്ലാതെ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്പർ 758, റേറ്റ് 1590, 1596. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര എടുപ്പാട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് കൊടുക്കുന്നതിൻ്റെ വർക്കും കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ. മെയിനായിട്ട് ആ മെറ്റീരിയലിന് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. പിന്നെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് അതേപോലെ നമുക്ക് ഓരോ ഫ്ലവേഴ്സ് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അത്രയും ആ ഒരു തിക്കായിട്ട് ഓരോ ഫ്ലവേഴ്സും ചെയ്തേക്കുന്നത്. പിന്നെ മുമ്പത്തെ കാര്യത്തിൽ പറയാൻ ഞാൻ മറന്നുപോയായിരുന്നു, താഴെ ക്രോഷ്യോ ലേസിൻ്റെ നല്ലൊരു വീതിയുള്ള വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തുള്ള ഐറ്റം ആട്ടോ. ബോട്ടം വരുന്നത് ഇതിൻ്റെ കോമ്പിനേഷനിൽ തന്നെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ്, പീച്ച് മിക്സ് പിങ്ക് കളർ എന്ന് പറയാം. ദുപ്പട്ടയ്ക്കകത്തും മുമ്പേ കാണിച്ച പോലെ തന്നെ ഫുള്ളായിട്ട് ബ്രഷ് പെയിൻ്റെ പാറ്റേൺ, അതും കൂടിയ രീതിയിലാണ് ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം നല്ല ലെങ്ത് ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ നമ്പർ 759, റേറ്റ് 1590. ഷെയ്ഡ് ഒനിയൻ പിങ്കിൻ്റെ കോമ്പിനേഷൻ ആട്ടോ. ഭയങ്കര രസം. എല്ലാം ബ്ലാക്കിലായതുകൊണ്ടായിരിക്കും ഇത്രയും എടുപ്പേ. അതിലും ഞാൻ പറഞ്ഞത് സെയിം ആ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു ഡിസൈൻ വീവിങ് പാറ്റേൺ പോകുന്നുണ്ട്. താഴെ ബോർഡറിൽ ലേസ് വർക്ക്, ഫ്രണ്ട് പോർഷനിൽ നല്ല ഹെവി ആയിട്ട് ഡിസൈൻ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് വർക്കല്ല, എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയ്ക്കകത്തും കളർ കോമ്പിനേഷനിൽ തന്നെ ഫുള്ളായിട്ട് ബ്രഷ് പെയിൻറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ എങ്ങനെ ഇട്ടാലും കാണാൻ നല്ല കേട്ടോ. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് എന്ന് പറയാവുന്നൊരു ഐറ്റം. ബോട്ടം വരുന്ന കോട്ടൺ മെറ്റീരിയൽ, ഒരു ഓനിയൻ പിങ്ക് കൂടിയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് 757, റേറ്റ് 1590. നാലാമത്തെ കളർ കോമ്പിനേഷൻ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇന്ന ഭംഗി എന്നറിയോ, നല്ലൊരു റെഡ് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. സെയിം ബ്ലാക്കിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ബോർഡറിൽ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒരു സെൽഫ് ഒരു വീവിങ് അതിൽ പോയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇത്രയും മടക്കി വെച്ചിരിക്കുന്നത്, 2 മടക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഈ വർക്ക് കറക്റ്റ് ഇങ്ങനെ നെക്കിൽ ആ ഒരു യോക്കിൽ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ മടക്കി വെച്ചാണ്. കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് നെക്ക് വെട്ടിയെടുക്കാൻ പറ്റും. നല്ല ലെങ്ത്തും ഉണ്ട്. ബോട്ടം വരുന്നത് റെഡാണ്. ദുപ്പട്ടയുടെ കോമ്പിനേഷൻ സെയിം രീതിയിൽ കൊടുത്തിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷൻ. നല്ല രസമുണ്ട് ഈ കളർ കോമ്പിനേഷൻ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ 756, റേറ്റ് വരുന്ന 1590 മാത്രമേ ഉള്ളൂ, 1590.